ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുട്ടികൾക്കെല്ലാവർക്കും സ്കൂളെല്ലാം അടച്ചോ? എല്ലാവരും ടൂറൊക്കെ പോകാൻ തയ്യാറായോ? ഈ സമയത്ത് എല്ലാവരും യാത്ര പോണ സമയമാണ് അല്ലേ? കുട്ടികളും മൊത്തം ഫാമിലിയും മൊത്തമൊക്കെ എല്ലാവരും ചെറിയ ട്രിപ്പുകളും ടൂറുകളൊക്കെ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയും ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ബ്ലോഗുകൾ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ബ്ലോഗുകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വാല്യുബിളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം അകന്ന് നിൽക്കും. ഫാമിലിക്കൊപ്പവും കുട്ടികളുടെ ഒപ്പവും ഒക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് പ്ലാൻ അഹെഡ് ചെയ്യണം. അതുപോലെ തന്നെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ പലതരത്തിലുള്ള മരുന്നുകൾ കരുതേണ്ടി വരും. പെട്ടെന്നൊരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ഒരു ചുമയോ വന്നാൽ അതിനു വേണ്ട മരുന്നുകൾ കരുതുക. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ മരുന്നുകളും കരുതുക. ഇഞ്ചക്ഷൻ എടുക്കാനുള്ളവരാണെങ്കിൽ അത് സേഫായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ കേസ് യാത്ര മധ്യേ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യം വന്നാൽ ചെറിയ മിഠായികൾ കയ്യിൽ സൂക്ഷിക്കുക. ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്വയം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. അത്യാവശ്യത്തിന് നമുക്ക് സോപ്പ്, എണ്ണ മുതലായവ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ കരുതുക. കാര്യം നമുക്ക് അവിടുത്തെ വെള്ളവും ചിലപ്പോൾ സോപ്പും അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. ചിലപ്പോൾ അത് നമുക്ക് സ്കിന്നിന് റാഷസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോയ്ലറ്ററീസ് നിങ്ങൾ തന്നെ കരുതുക. അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറും വെറ്റ് വൈപ്സും ബാഗിൽ കരുതുക. കൂടാതെ നമ്മൾ നല്ല ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ അവർ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും. പക്ഷേ ഒരുപാട് ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലേ ഹോട്ടലുകൾ എന്ന് പറയുന്നത്. റിസോർട്ടുകളായാലും ശരി തന്നെയാണ്. ഒരു ചെറിയ ബെഡ്ഷീറ്റ് കൂടി നമ്മൾ കരുതുക. അതുപോലെ നമ്മളിപ്പോൾ 5 ദിവസം 6 ദിവസമാണ് നമ്മളൊരു ട്രിപ്പിന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ കരുതുക ഇൻ കേസ് വഴിയിൽ വേണ്ടി വന്നാൽ. അതുപോലെ തന്നെ ചെറിയ സ്നാക്സും ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും കരുതുക. കാര്യം ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവുകളുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ കടകളൊന്നും ഉണ്ടായിരിക്കില്ല. എന്നും ട്രാവൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അധികം യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാനിട വരുന്ന ആൾക്കാർ ഓർക്കാനും മുതലായവ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വയറ് അപ്സെറ്റ് ആവാനും സാധ്യതയുണ്ട്. അതിനു വേണ്ടി നമ്മളൊരു ചെറിയ പ്ലാസ്റ്റിക് ബാഗ് കരുതുക. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് നനഞ്ഞ വസ്ത്രങ്ങളുണ്ടാവും. ഒരു കാരണവശാലും നനഞ്ഞത് നല്ല തുണികളുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അതിനു വേണ്ടി ഒരു വെറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ വയ്ക്കാൻ കരുതുന്ന ഒരു കവർ കൂടി കരുതുക. നല്ല ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുവെങ്കിൽ അവർ സ്ലിപ്പറൊക്കെ നമുക്ക് തരാറുണ്ട്. പക്ഷേ നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കുമല്ലേ അവരവരുടെ സാമ്പത്തികം അനുസരിച്ച് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പല ആൾക്കാരും കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. ഒരുപാട് വൃത്തിഹീനമായ സാഹചര്യവും ചുറ്റുപാടുകളും നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു സ്ലിപ്പർ കൂടി കരുതുക. ആ സ്ഥലങ്ങളിൽ നമ്മുടെ കേരളം വിട്ടുപോയാൽ നല്ല തിരക്കാണ്. പല സ്ഥലത്തും പല വെതറായിരിക്കും. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു സ്വെറ്ററോ അല്ലെങ്കിൽ ഒരു ഷോളോ ഒക്കെ കരുതേണ്ട കാര്യമുണ്ട്. കാര്യം അവിടെ തണുപ്പാണെങ്കിൽ നമുക്ക് ഓടിച്ചെന്നൊരു കടയിൽ നിന്ന് വാങ്ങാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതും എത്ര സമയം ചിലവഴിക്കുന്നു എന്നും എത്ര പൈസ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നും ഒക്കെ ഒരു പ്ലാൻ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോട്ടലും എങ്ങനെയാണ് അതിൻ്റെ സർവീസ്, അത് എല്ലാവരും പോകുന്നതാണോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ മുൻകൂട്ടി തിരക്കി വയ്ക്കണം. ഇന്നിപ്പോൾ കാർഡ് സൗകര്യങ്ങളെല്ലാം ക്യാഷിന് പകരം ഉണ്ട് എല്ലാവർക്കും. പക്ഷേ കുറച്ച് ക്യാഷ് നമ്മുടെ കൈവശം
ഉണ്ടായിരിക്കണം. ചില ATM മെഷീനുകൾ വർക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ചില ചെറിയ ഷോപ്പുകളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ക്യാഷ്, ചിലപ്പോൾ ഫുഡ് വാങ്ങാനുള്ള ക്യാഷ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡിൻ്റെ സംവിധാനങ്ങളില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുറത്തു പോകണം. അപ്പോൾ അവിടെ എല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ക്യാഷാണ്. അപ്പോൾ കുറച്ച് ക്യാഷ് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കരുതുക. നമ്മുടെ കാർഡ്സും നമ്മുടെ ക്യാഷും നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡുകളും നിങ്ങൾ ദയവായി നല്ലവണ്ണം സൂക്ഷിക്കുക. യാത്ര പുറപ്പെടുമ്പോൾ ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞു പോകാതിരിക്കുക. അതുപോലെ സ്ട്രീറ്റ് ഫുഡ് വളരെ വൈസായിട്ട് ചൂസ് ചെയ്യണം. എല്ലാ സ്ട്രീറ്റ് ഫുഡും ഹെൽത്തി അല്ല. പലതരത്തിലുള്ള അണുക്കളും അസുഖങ്ങളും നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ യാത്രയ്ക്ക് ലേറ്റ് ആവരുത്. കഴിയുന്നൊരു ഹാഫ് ആൻ അവർ 1 അവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസ് കീപ്പ് ചെയ്യണം. കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എല്ലാം എടുക്കുക. പിന്നെ ഒരു സമയത്ത് നമുക്കത് ആസ്വദിക്കുകയും ചെയ്യാം. അതൊരു നല്ല മെമ്മറബിൾ മൊമെൻ്റായി നമുക്ക് കീപ്പ് ചെയ്യാം. എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക. അതുകൊണ്ട് എല്ലാവരുടെയും ഹോളിഡേ എൻജോയ് ചെയ്ത് നല്ലതുപോലെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരിക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ.